പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ രാത്രിയുടെ ഇരുട്ടിൽ ഒരു ചെറിയ ടോർച്ചുമായി ഒരാൾ പാടവരമ്പത്തിലൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. പൂർണ്ണചന്ദ്രന്റെ വെളിച്ചത്തിൽ ഏറെക്കുറെ കാഴ്ചകൾ അയാൾക്ക് കാണാൻ സാധിച്ചു. ഒപ്പം ടോർച്ചിന്റെ ചെറിയ വെട്ടത്തിൽ പാടത്തിന്റെ വരമ്പിലൂടെ അയാൾ മെല്ലെ നടന്നു. കുറച്ചു ദൂരം നടന്നതും ചീവീടിന്റെയും തവളകളുടെയും ശബ്ദങ്ങൾക്കതീതമായി നായ്ക്കളുടെ കൂവലുകൾ നിരന്തരമായി കേട്ടുകൊണ്ടിരുന്നു. ഓ, ശല്യങ്ങൾ! ഇതിപ്പോ എവിടുന്നാണാവോ മനുഷ്യനെ പേടിപ്പിക്കാൻ ഇറങ്ങിക്കോളും ആ സത്തുക്കള്. അയാൾ വീണ്ടും നടക്കാനായി തുടങ്ങി. പെട്ടെന്ന് പ്രകൃതിക്ക് എന്തോ മാറ്റം സംഭവിച്ചതുപോലെ അയാൾക്ക് തോന്നി. ഇളം തണുപ്പോടുകൂടിയ വീശിയ കാറ്റിന്റെ വേഗത 10 മടങ്ങ് കൂടിയതുപോലെ ആഞ്ഞു വീശാൻ തുടങ്ങിയിരുന്നു. ആ കാറ്റിൽ ഓരോ പുൽക്കൊടിയും ആഞ്ഞടിക്കുന്ന തിരമാലകൾ പോലെ അലയടിച്ചുകൊണ്ടിരുന്നു. നായ്ക്കളുടെ ശബ്ദം ഇരട്ടിയായി കേൾക്കാൻ തുടങ്ങി. ഇതുവരെ കാണാത്ത അത്രയും ഒരു കൂട്ടം വവ്വാലുകൾ അയാൾക്ക് ചുറ്റും പാറി പറന്നു നടന്നു. എന്റെ ദേവി, എന്താ ഞാൻ ഈ കാണുന്നേ? ഇപ്പോ ഇതെവിടുന്ന് ഇത്രയും വവ്വാലുകൾ? അയാൾ ഒരു നിമിഷം ആ പാടവരമ്പത്ത് നിശ്ചലമായി നിന്നു. അപ്രതീക്ഷിതമായി ഒരു കറുത്ത പൂച്ച അയാളുടെ കാൽപാദങ്ങളിലൂടെ ഓടിപ്പോയത് കണ്ടതും ഭയത്തോടെ അയാൾ ഒരു ചുവട് പുറകോട്ട് വെച്ചു. പക്ഷേ അയാൾ കാലുവഴുതി പാടത്തേക്ക് തെന്നി വീണിരുന്നു. പെട്ടെന്ന് തന്റെ മടിയിലൂടെ ഒരു സർപ്പം ഇഴഞ്ഞു പോകുന്നത് കണ്ട ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റു. അലറി വിളിച്ചുകൊണ്ട് അയാൾ ഓടാൻ തുടങ്ങി. എങ്ങനെയോ ഓടി പാടവരമ്പത്തിൽ നിന്നും നീണ്ടു നിവർന്നു കിടക്കുന്ന പറമ്പിലേക്ക് അയാൾ ഓടിക്കയറി.